ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാത്ത് ഓഫ് വിസ്ഡം. കേരള ഹിസ്റ്റോറിക് ഡെസ്റ്റിനേഷനിലെ രണ്ടാമത്തേതാണ് നോക്കാൻ പോകുന്നുള്ളത്, പത്മനാഭപുരം പാലസ്. കേരളത്തിലെ കൊട്ടാരങ്ങൾ മിക്കതും ട്രഡീഷണൽ സ്റ്റൈൽ, പരമ്പരാഗത ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കൊട്ടാരങ്ങളിൽ നമുക്ക് വുഡിൻ്റെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വർക്ക്സ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാലസാണ് ഈ പത്മനാഭപുരം പാലസ് എന്നുള്ളത്. ഓഫ് കോഴ്സ് മറ്റ് കൊട്ടാരങ്ങളെ പോലെ തന്നെ ഭയങ്കര ആർക്കിടെക്ചറൽ വർക്ക്സ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ആർക്കിടെക്ചറൽ വർക്കിൻ്റെ സിമ്പൽ, ഒരു പ്രതീകമാണ് ഈ കൊട്ടാരം. കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരം പട്ടണത്തിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നുള്ളത്. ഇതിൻ്റെ ലൊക്കേഷൻ, സ്ഥാനം, ഫെർട്ടൈൽ ലാൻഡ്, ഫലഭൂഷ്ടമായ ഭൂമി, അബണ്ടൻറ്റ് വാട്ടർ സപ്ലൈ, സമൃദ്ധമായ ജലവിതരണം എന്നീ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ കൊട്ടാരം വേണാട് എന്ന രാജകുടുംബത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. അതിനാൽ 18-ാം നൂറ്റാണ്ട് വരെ ഈ കൊട്ടാരം രാജകീയ അധികാരത്തിലായിരുന്നു, റോയൽ അതോറിറ്റിയിലായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ ഇത് കേരള സർക്കാരിൻ്റെ കീഴിലാണുള്ളത്. ധർമ്മരാജയായിരുന്നു ഈ കൊട്ടാരത്തിലെ അവസാനത്തെ താമസക്കാരൻ. അടുത്തതായി കൊട്ടാരത്തിൻ്റെ ഇൻസൈഡ് വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. 4 കെട്ട് എന്ന പ്ലാനിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. നടുമുറ്റത്തോടെയാണ് കൊട്ടാരം പണിതിട്ടുള്ളത്. 4 കെട്ട് മീൻസ് കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന വീടുകളുടെ ഒരു സ്റ്റൈലാണ് ഈ 4 കെട്ട് എന്നുള്ളത്. ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്നുള്ളത് ഇതിൻ്റെ മുറ്റം വീടിൻ്റെ ഉൾഭാഗത്ത് നടുവിലായിട്ടായിരിക്കും വരിക. ഇതിന് ചുറ്റും വിങ്സും ഉണ്ടാവും. 4 കെട്ട് മീൻസ് 4 ബ്ലോക്സ് എന്നാണ് അർത്ഥം വരുന്നുള്ളത്. അടുത്തതായി കൊട്ടാരത്തിനുള്ളിലെ ചില പ്രധാന കെട്ടിടങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് പ്രവേശന ഹാൾ, പൂമുഖം എന്ന് പറയും. കൗൺസിൽ ചേംബർ, മന്ത്രശാല, ആരാധനാലയം, പൂജാമണ്ഡലം, നവരാത്രി മണ്ഡപമുള്ള സരസ്വതി ക്ഷേത്രം, സ്റ്റോറേജ് ബിൽഡിംഗ്, ഇതൊക്കെ തന്നെയും ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഓരോന്നിൻ്റെയും വിശദീകരണം അടുത്തതായി കൊടുത്തിട്ടുണ്ട്. ഹിന്ദു പുരാണങ്ങളിലെ വിവിധ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന 40-ലധികം ചുവർ ചിത്രങ്ങളും ഈ കൊട്ടാരത്തിൽ കാണപ്പെടുന്നുണ്ട്. ഇനി ഈ ഓരോ കെട്ടിടങ്ങളെയും നമുക്ക് സെപ്പറേറ്റഡ്ലി നോക്കാം. ആദ്യം കൊട്ടാരത്തിലെ മെയിൻ എൻട്രൻസ്. ഈ കവാടത്തിനെ മുഖ്യവാതിൽ എന്ന് വിളിക്കുന്നു. ലോഹമുള്ളുകളുള്ള ഒരു വലിയ വാതിലും നല്ല ഉറപ്പുള്ള മതിലും യൂസ് ചെയ്തിട്ടാണ് ഈ കവാടം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ദേശം ഡിഫെൻസ് എഗെയിൻസ്റ്റ് ത്രെറ്റ്, ഭീഷണികൾക്കെതിരായ പ്രതിരോധമാണ് ഇത്രയും വലിയ മതിൽ കെട്ടാനുള്ള ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. ഈ കവാടം കടന്നതിനു ശേഷം നേരെ കാണുന്നത് പടിപ്പുരയാണ്. കൊട്ടാരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന നടമാലിക എന്ന ഒരു അപ്പർ സ്റ്റോറി, മുകൾ നില ഈ ഘടനയിലുണ്ട്. ഈ കൊട്ടാരത്തിൻ്റെ മുറ്റത്തിൻ്റെ കാഴ്ചകൾ കാണാൻ ഒരു ജനാലയും ഈ നടമാലികയിലുണ്ട്. അടുത്ത കെട്ടിടമാണ് പൂമുഖമാളിക. പൂമുഖമാളിക എന്നത് കൊട്ടാരത്തിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ്. കൊട്ടാരത്തിൻ്റെ മറ്റൊരു ഭാഗവുമായി കണക്ട് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് ഈ പൂമുഖമാളിക എന്നത്. ഇതിൻ്റെ സീലിങ്സ് ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ്. തായി കൊട്ടാരമാണ് മറ്റൊരു കെട്ടിടം. ഇത് കൊട്ടാരത്തിൻ്റെ കോർ പ്ലേസ്, അതായത് കേന്ദ്ര ഭാഗത്തായി നിലകൊള്ളുന്നു. തായി കൊട്ടാരത്തിൻ്റെ ഉൾഭാഗം ട്രഡീഷണൽ 4 കെട്ട് കാണിക്കുന്നുണ്ട്. അടുത്തതായി പാൽമുട്ട് കൊട്ടാരം. എപ്പിൻമുട്ട് കൊട്ടാരത്തിനും തായി കൊട്ടാരത്തിനും ഇടയിലാണ് ഈ പാൽമുട്ട് കൊട്ടാരം എന്ന 2 നിലയിലുള്ള ഒരു റെസിഡൻഷ്യൽ കെട്ടിടമുള്ളത്. ഇവിടെയാണ് ആൾക്കാർ താമസിക്കുന്നുള്ളത്. വലിയൊരു ഊട്ടുപുരയും ഹോമപുരയും ഈ കൊട്ടാരത്തിലുണ്ട്. വലിയ ഊട്ടുപുര മീൻസ് 2 നിലയുള്ള ഭക്ഷണശാല, ഡൈനിങ് ഹാളിനെയാണ് പറയുന്നത്. ദേവന്മാർക്ക് മതപരമായ വഴിപാടുകൾ നടത്തുന്ന സ്ഥലമാണ് ഹോമപുര എന്നുള്ളത്. നവരാത്രി മണ്ഡപം എന്നത് കല്ലിൽ നിർമ്മിച്ച ഒരു പെർഫോമൻസ് ഹാളാണ്. ഇവിടെയാണ് ട്രഡീഷണൽ ഡാൻസും അതുപോലെയുള്ള മറ്റ് ആർട്സും നടക്കുന്നുള്ളത്. ഫ്ലവേഴ്സ് കൊണ്ടും ജിയോമെട്രിക് പാറ്റേൺ കൊണ്ടും ഡാൻസിൻ്റെ വിവിധ തരം പോസുകൾ കൊണ്ടും വിജനകര സ്റ്റൈലാണ് ഈ മണ്ഡപം ഉണ്ടാക്കിയിട്ടുള്ളത്. ഉപ്പിരിക്കമാളിക, ആയുധപുര, അമ്പരിമുഖപ്പു എന്നിങ്ങനെ ഇവിടെ മറ്റ് ആർക്കിടെക്ചറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെട്ടിടങ്ങളും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. That's all about the palace. Hope you understand. Please like, share and subscribe. Thank you all. Bye.